ഗുഡ് മോർണിംഗ്. ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. അപ്പോ എല്ലാ അമ്മമാർക്കും എൻ്റെ എല്ലാ സഹോദരികൾക്കും ക്രേസ് കപ്പിൾസിന്റെ വക വിമൻസ് ഡേ ആശംസകൾ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു വീഡിയോ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് എന്ന് പറയുമ്പോ ഇത് ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും കാണാം. എല്ലാവർക്കും ഫുൾ ഡേ പോസിറ്റീവ് ആക്കാനുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ സർവം സഹയാണ്, എല്ലാം ക്ഷമിക്കേണ്ടവളാണ്, എല്ലാം സഹിക്കേണ്ടവളാണ് എന്നൊക്കെ. ഇന്നത്തെ ഈ ഒരു കാലത്ത് നമ്മളെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകാന്ന് വെക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു വില അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കും ഒരു വിലയുണ്ട്, നമ്മൾ നമ്മളെ കെയർ ചെയ്യണം അല്ലെ. സെൽഫ് ലവിന്റെ ഒക്കെ പ്രാധാന്യം ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ശരിക്കും എന്താണ് ഒരു സ്ത്രീയുടെ റോൾ, എന്താണ് ഒരു ഫാമിലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? എന്താ നമ്മുടെ റോൾ എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് ഒരു സപ്പോർട്ടീവ് റോളായിട്ട് തോന്നുന്നില്ലേ നമുക്ക്? അതായത് ഇപ്പൊ എവിടെയും, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി അല്ലെ, നമ്മുടെ പേരൻസിന് നമ്മളൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരാണ്, താങ്ങും തണലുമായിട്ട് നിൽക്കുന്നവരാണ്. ഹസ്ബൻഡിന് നമ്മളൊരു താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടവളാണ് അല്ലെങ്കിൽ നിൽക്കുന്നവളാണ്. മക്കൾക്ക് നമ്മളൊരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്നവളാണ്. അപ്പൊ എല്ലായിടത്തും ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയുള്ളവളാണ് സ്ത്രീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോ പറയണേ. അപ്പൊ നമ്മളൊന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഡെസ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫാമിലി എന്ന് പറയുന്നത് അവിടെ ഡെസ്പാവും അല്ലെ, അവരും തളർന്നു പോകും. അപ്പൊ നമ്മളാണ് ശരിക്കും എന്തായിട്ടിരിക്കേണ്ടത്? ഹാപ്പി ആയിട്ട്, പോസിറ്റീവ് ആയിട്ട്, എനർജറ്റിക് ആയിട്ട് ഇരിക്കേണ്ടത്. അതായത് ഒരു വീടിന്റെ, ഒരു ഫാമിലിയുടെ ബാക്ക് ബോൺ ആണ് ഓരോ സ്ത്രീയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ലാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് എങ്കിൽ, ഒരു വീട് എന്ന് പറയുന്നതിനെ താങ്ങി നിർത്തുന്നവള് തീർച്ചയായിട്ടും ആ വീട്ടിലെ സ്ത്രീ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഡേ ഫുള്ള്, ഒരു ഡേ എന്നല്ല, നമുക്ക് മുഴുവൻ ദിവസങ്ങളും നമുക്ക് എന്താണ്, നല്ല പോസിറ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കണം. ഇത് എപ്പോഴൊന്നും സാധിച്ചു എന്ന് വരില്ല. പ്രത്യേകിച്ച് ഏജ്ഡ് ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട്, ഇപ്പൊ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ വിഷാദം, ഡിപ്രഷനൊക്കെ ഒത്തിരി പേർക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തോട് അടുക്കുമ്പോഴും ഹോർമോണൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് മാനസികമായിട്ട് നമ്മൾ ഒരുപാട് തളർന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു ഡെസ്പ് ആകുന്ന ഒക്കെ ഒരു സ്റ്റേജാണ് ഇതെല്ലാം. അപ്പൊ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്ന, നമ്മളെ ഫുൾ പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം തന്നെയുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നത് ഒരുപാട് നമ്മളെ പോസിറ്റീവ് ആക്കി വെക്കുന്ന കാര്യമാണ്. ദൈവമേ, ഇന്നിങ്ങനെ ഒരു ദിവസം എനിക്ക് നൽകിയതിന് നന്ദി. ഇത് ഞാൻ ഒരുപാട് പറഞ്ഞിപ്പോ ആവർത്തന വിരസത വരുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷന്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് പറയുന്നില്ല, എങ്കിലും ഇന്നത്തെ ദിവസം ഏറ്റവും ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് പറയാം. ഇന്നത്തെ ദിവസം എനിക്ക് തന്നതിന് നന്ദി, ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിരിക്കുന്നതിന് നന്ദി, ഇന്ന് ഞാൻ പോസിറ്റീവ് ആയിരിക്കുന്നതിന് നന്ദി, എനിക്ക് ചുറ്റുമുള്ളവരെ എനിക്ക് പോസിറ്റീവ് ആക്കി വെക്കാൻ സാധിക്കുന്നതിന് നന്ദി, ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഉണർന്ന് എഴുന്നേൽക്കാം. ഇനി ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടിപ്സ് ആണല്ലോ പറയുന്നത്. അപ്പൊ അതില് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നേരെ അടുക്കളയിൽ ചെന്നിട്ട് തലേദിവസം ഈ ഐസ് ട്രേയിൽ കുറച്ച് വെള്ളം നിറച്ച ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു 3 or 4 ഐസ് കട്ട, ഒരു ബേസിൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മുഖം ഒന്ന് ഡിപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രം, അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം എടുത്ത് ഈ 4 or 5 ഐസ് ക്യൂബ് അതിലേക്ക് നിറയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് മേശപ്പുറത്തോ എവിടെയാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ പിടിച്ചിട്ട് നമ്മുടെ മുഖം അതിൽ ഡിപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗം അതുപോലെ നെറ്റി, മൂക്ക്, കണ്ണ് ഇതെല്ലാം ഒന്ന് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ്
40 സെക്കൻഡ് ഒക്കെ നമ്മളൊന്ന് മുഖം ഒന്ന് ഡിപ്പ് ചെയ്യുന്നു, പിന്നെ എടുക്കുന്നു, വീണ്ടും നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യുന്നു. അങ്ങനെ മാക്സിമം ഒരു 1-2 മിനിറ്റ് അത്രയും ചെയ്താൽ മതി. ഇത് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ എന്താ പറയാ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തെ ഒരു ക്ഷീണം എന്നൊക്കെ പറയില്ല, ഉറക്കച്ചടവൊക്കെ മാറും. അതുപോലെ പഫ്നെസ് ഒക്കെ, നമ്മുടെ ഈ കണ്ണിന്റെ ഒക്കെ താഴെ ഇങ്ങനെ വീർത്ത് കെട്ടി ഒക്കെ ഇരിക്കാറില്ലേ, അതെല്ലാം മാറും. സ്കിൻ ഗ്ലോ ചെയ്യും. അതുപോലെ ഈ ഏജ് ആവുന്തോറും നമ്മുടെ ഫേഷ്യൽ മസിൽസ് ഒക്കെ സാഗ് ചെയ്യുന്നതാണെങ്കിൽ ഫേഷ്യൽ മസിൽസ് ഒക്കെ ടൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഓപ്പൺ പോൾസ് ഒക്കെ മാറാൻ നല്ലതാണ്. മുഖക്കുരു ഉള്ളവർ മസ്റ്റ് ആയിട്ടും ചെയ്തു നോക്കുക കേട്ടോ. കാരണം മുഖക്കുരു ഉള്ളവർക്ക് മുഖക്കുരു മാറാനും മുഖക്കുരു വരാനുള്ള ഒരു ടെൻഡൻസി തടയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് എന്ത്, ഈ പറയുന്ന ഐസ് ക്യൂബ് നിറച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തില് നമ്മൾ മുഖം ഒന്ന് ഡിപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിൽ പുള്ളിങ് എന്ന് പറയും. അതായത് ഒരു സ്പൂണില് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലേ, വെന്ത വെളിച്ചെണ്ണയോ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയാം, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് എപ്പോഴും മുതലാവില്ലായിരിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ചിരകി എടുത്ത് പാലൊക്കെ ആക്കി വരുമ്പോ കുറച്ച് എണ്ണ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ അത്, ഇനി അല്ലെങ്കിൽ എള്ളെണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഏതായിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ ഒരു സ്പൂൺ എടുക്കുന്നു, അത് നമ്മുടെ വായിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് എന്താ പറയാ, ഈ കുലുക്കൂത്ത് അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പൊ അങ്ങനെ നന്നായിട്ട് നമ്മളിങ്ങനെ ച്യൂ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പൊ വായില് ഉമിനീരുമായിട്ട് അത് മിക്സ് ചെയ്യും. ഇറക്കരുതത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ചെയ്യാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറയാം, അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ അത് ചെയ്തതിന് ശേഷം നമ്മളത് തുപ്പിക്കളയുക. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഓയിൽ പുള്ളിങ് ചെയ്യുന്നത് കൊണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ഡീറ്റോക്സിഫിക്കേഷന് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ചീത്ത ബാക്ടീരിയാസ്, അണുക്കള്, ഇതിനെയൊക്കെ പുറന്തള്ളപ്പെടാനായിട്ടുള്ള കാര്യമാണ്. പിന്നെ വായ്നാറ്റമൊക്കെ ഒരിക്കലും വരില്ല ഇങ്ങനെ ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ. പല്ലുകൾക്ക് നല്ല ബലം കിട്ടും, നല്ല ആരോഗ്യം, മോണകൾക്ക് നല്ല ആരോഗ്യം വരും. ഈ കുറച്ചൊക്കെ ഏജ്ഡ് ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അല്ലെ ശരിയായ രീതിയിൽ നമ്മൾ ബ്രഷിംഗ് ഒക്കെ എത്ര ബ്രഷിംഗ് ചെയ്താൽ പോലും അതായിട്ട് ചിലപ്പോൾ ഈ പല്ലിന്റെ ഇടയിലൊക്കെ ഈ പ്ലാക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ഫോം ചെയ്യാനായിട്ട് കാരണമാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് തടയും. അപ്പൊ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഓയിൽ പുള്ളിങ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ അതൊന്ന് ശീലമാക്കി നോക്കൂ. ഓയിൽ പുള്ളിങ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ആ ഒപ്പം തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്നു, മുഖമൊക്കെ കഴുകുന്നു. അതിനുശേഷം വന്നിട്ട് ചൂടുവെള്ളം കുടിക്കുക. എന്നുവെച്ചാൽ നല്ല ചൂടുവെള്ളം അല്ല കേട്ടോ, ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതും ഇരുന്ന് കുടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നിന്ന് കുടിക്കാതെ ഒരിടത്ത് ഇരുന്ന് മെല്ലെ, ഒറ്റയടിക്കൊന്നും അല്ല. അതിനകത്ത് പറയും ചിലരിപ്പോ തേന് അല്ലെങ്കിൽ നാരങ്ങ നീര്, പക്ഷെ ഒന്നും വേണ്ട കേട്ടോ, വെറുതെ ചൂടുവെള്ളം മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ അസിഡിക് നേച്ചർ ഉള്ളതല്ലേ നാരങ്ങ എന്നൊക്കെ പറയുമ്പോ, അപ്പൊ വെറും വയറ്റിൽ നാരങ്ങ ചെല്ലുന്നതിനോട് എനിക്ക് അറിയില്ല. പക്ഷെ ഒത്തിരി പേര് പറയാറുണ്ട് അസിഡിറ്റിയുടെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ അത് പ്രശ്നമാവും എന്നുള്ളത്. ഒന്നും വേണ്ട, വെറുതെ ചൂടുവെള്ളം കുടിക്കുക. ഈ ചൂടുവെള്ളം കുടിക്കുന്നതിനോടൊപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ അഫർമേഷൻ എഴുതുക എന്നുള്ളൊരു കാര്യം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞാൽ നമ്മൾ അഫർമേഷനും ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള, അതിന്റെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ നിരന്തരം പറഞ്ഞ് ശീലിപ്പിച്ചെടുക്കുന്ന കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഉറപ്പിക്കുക, നമ്മുടെ മനസ്സിലേക്ക് അത് വീണ്ടും കൊടുത്ത് ഇത് റിയാലിറ്റി ആയി തീരുന്നു എന്ന ഉറപ്പിക്കലാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഒരു ഡേ ഫുൾ പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ഇത് സഹായിക്കും ഈ അഫർമേഷൻ പറയുന്നത്. അതുപോലെ തന്നെ അഫർമേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ മാക്സിമം നമ്മുടെ സമയം അനുസരിച്ച് കേട്ടോ എക്സസൈസ് ചെയ്യാം. എന്തെങ്കിലും ഇപ്പൊ സൂംബയാണെങ്കിൽ അത്, യോഗയാണെങ്കിൽ, യോഗ എന്ന് പറയുന്നത് എക്സസൈസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെയും കൂടെ ഒരു ഇതാണ്. എന്നിരുന്നാൽ പോലും സൂര്യ നമസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രാണായാമം ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതല്ലാതെ ശരീരം അനങ്ങിക്കൊണ്ടുള്ള എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ ചിലർ പറയാം അടിച്ചു വാരുക, തുടയ്ക്കുക, വീട്ടിലെ ജോലികൾ, ഓക്കെ വീട്ടിലെ ജോലി ചെയ്യാം. പക്ഷെ ഈ തുടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എല്ലാ ആളുകളും തന്നെ, ഞാൻ ഉൾപ്പെടെ അങ്ങനെ കേട്ടോ, മോപ്പൊക്കെ കൊണ്ടാണ് തുടയ്ക്കുന്നത്, നിന്നുകൊണ്ട്. അങ്ങനെയൊക്കെ തുടയ്ക്കുമ്പോൾ വലിയ കാര്യമൊന്നും അതിനകത്ത് വരാനില്ല. പക്ഷെ ചില ആളുകളുണ്ട് ഇരുന്ന് കുനിഞ്ഞ് ഒക്കെ തുടയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണെങ്കിൽ എക്സസൈസ് അല്ലേ, തീർച്ചയായിട്ടും. അതല്ല നമുക്കിപ്പോ അടുക്കളയിലുള്ള എല്ലാ കാര്യവും, മിക്സി, ഗ്രൈൻഡർ അല്ലെ, തുണി കഴുകാനാണെങ്കിൽ വാഷിംഗ് മെഷീൻ എല്ലാം ഉള്ളപ്പോ
അടുക്കള ജോലിയെ നമുക്ക് എക്സസൈസ് ആയിട്ട് കൂട്ടാമെന്ന് ചോദിച്ചാൽ എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ശരീരം അനങ്ങിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്. ഈ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ശരീരം ഒന്ന് വേർക്കുമല്ലോ. ഉടനെ പോയി നമ്മൾ ഫാനിട്ട് ഫാനിന്റെ ചോട്ടിൽ ഇരിക്കരുത്. തനിയെ ആ വേർപ്പ് നാറാനായിട്ട് അനുവദിക്കുക. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ ചെയ്യോ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ കറക്കരിയണ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉള്ളിയുടെ തൊണ്ടുകൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ, വെറുതെ സമയം കളയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, എക്സസൈസ് ചെയ്യുക എന്നുള്ളത് എന്തായാലും. അപ്പൊ വിചാരിക്കും ഇത്രയൊക്കെ പ്രായമായി എന്റെ കുഞ്ഞെ, ഇനിയിപ്പോ എന്താണ് കാലിനൊന്നും വയ്യ, അല്ലെങ്കിൽ മുട്ടുവേദനയാണ്, ഇരുന്ന് നിന്നും ഒന്നും പറ്റില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടോ, യോഗ എന്ന് പറയുന്നതിൽ നമ്മുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മുട്ടുവേദന, സന്ധിവേദന, നടുവേദന, ഇതൊക്കെ മാറ്റാൻ തക്കവണ്ണമുള്ള യോഗ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഏജും നമ്മുടെ ശരീരത്തിന്റെ വയ്യായിക ഒന്നും എക്സസൈസിന് പ്രശ്നമല്ല. കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ വേണ്ട എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഒരു ഉണർവ്, നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ശീലമാക്കുന്നത്. ഒന്നും വേണ്ട, നടന്നാലെങ്കിലും മതി. ഓക്കെ, കയ്യും വീശി ഒന്ന് മുറിക്കകത്തൂടെ ആണെങ്കിലും നടക്കുന്നത് പോലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് വേർപ്പൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഓയിൽ ബാത്ത് ചെയ്യുന്നത്. വെറുതെ ഒരു കാക്കക്കുളിയല്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ എല്ലാവർക്കും രാവിലത്തെ നേരം, ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. കാരണം ജോലിക്ക് പോണ തിരക്കില് 5-10 മിനിറ്റ് കൊണ്ട് ദേ എന്നും പറഞ്ഞ ഒറ്റ കുളി കുളിച്ചിട്ട് പോകുന്നതാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. പക്ഷെ വീക്കെൻഡ് ഒക്കെ സമയം എടുത്ത് തന്നെ ഞാൻ കുളിക്കാറുണ്ട്. അതായത് ഓയിൽ ബാത്ത് എന്ന് പറയുമ്പോൾ, പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ തലയിലും ജസ്റ്റ് മുഖത്തും കയ്യിലും ഒന്ന് എണ്ണ തേച്ചിട്ടാണ് കേട്ടോ കുളിക്കുന്നത്. ഓയിൽ ബാത്ത് ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ആന്റി ഏജിങ് ആണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ്. ശരിയാട്ടോ, അതൊട്ടും തമാശയല്ല. നമ്മൾ എണ്ണ തേച്ച്, അഭ്യംഗം എന്ന് പറയും, എണ്ണ തേച്ച് കുളിക്കുന്നത് ജടാനരകൾ ഒഴിവാക്കാൻ, യൗവനം സൂക്ഷിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. എപ്പൊ കുളിക്കുന്നു എന്നുള്ളത് പ്രാധാന്യമാണ് കേട്ടോ. അത് ഞാൻ ഇത് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ട് ആന്റി ഏജിങ്. അതുപോലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ? സ്ട്രെസ്, ടെൻഷൻ ഒഴിവാകും. നമുക്കൊരു ദിവസം രാവിലെ തന്നെയാണ് കുളിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. പക്ഷെ മിക്ക വീട്ടമ്മമാരും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എല്ലാ പണിയും ഒതുക്കി വെച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ചിലപ്പോൾ 11:30-12 മണി, ചിലപ്പോൾ 1-1:30 ആവുമ്പോഴായിരിക്കും തുണിയൊക്കെ അലക്കി കുളിച്ചേക്കാന്ന് വെക്കുന്നത്. അതല്ല ശരിക്കും പറഞ്ഞാൽ കുളിക്കേണ്ടതിന്റെ സമയം എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് ഒരു 7 തുടങ്ങി ഒരു 9-നുള്ളിലായിട്ട്, എങ്ങനെ വന്നാലും മാക്സിമം പോയ ഒരു 10 മണിക്കുള്ളിലായിട്ട് കുളിക്കാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കുക. അപ്പൊ രാവിലെയുള്ള കുളി വളരെ നല്ലതാണ്. പിന്നെ ചൂടുവെള്ളത്തിലല്ലാതെ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇതൊക്കെ കാലാവസ്ഥ അനുസരിച്ചിട്ട്, അപ്പൊ നല്ല മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി തണുത്ത വെള്ളത്തിൽ വീണ്ടും കുളിച്ച് ജലദോഷം, പനിയൊന്നും വരുത്തി വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ചെറു ചൂടുവെള്ളം അതിനായിട്ട് ഉപയോഗിക്കാം. എന്നാൽ തല കഴുകുന്നതിനായിട്ട് തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ കുളിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ അതൊക്കെ നമുക്ക് മാറി കിട്ടും. ആന്റി ഏജിങ്ങിന് നല്ലൊരു കാര്യമാണ്. നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് എണ്ണ തേച്ച് കുളി ഒരുപാട് സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരു ഓയിൽ ബാത്ത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെയുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്. ഇത് ഞാൻ പറയുമ്പോൾ എന്താന്ന് വെച്ചാല്, മിക്കവാറും സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് കൊടുക്കുക, ഭർത്താവിനെ, കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുക, വെച്ചുണ്ടാക്കുക, അത് മറ്റുള്ളവർക്ക് ഊട്ടുക. ഇതാണ് മെയിൻ ആയിട്ട് മിക്ക വീടുകളിലും വീട്ടമ്മമാരുടെ ഒരു ധർമ്മം. പിന്നെ കിട്ടുന്ന സമയത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ കഴിച്ചു എന്നായി. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ബ്രഞ്ച് എന്ന് പറയുന്ന അവസ്ഥയിലാവും. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയവും കഴിഞ്ഞു, ലഞ്ചിന്റെ സമയത്തോട്ട് ആയിട്ടുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക, വിശപ്പടക്കുക, അടുത്ത ജോലി ചെയ്യുക, ഈ രീതിയിലേക്ക് പോകും. ഇതൊന്നും നമ്മൾ ഇപ്പൊ അറിയില്ല. പക്ഷെ നമ്മുടെ ശരീരം പല സൂചനകൾ നമുക്ക് കാണിച്ചു തരും. അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ ഒരു സമയത്ത് അത് കീപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയും മാത്രം മതി. അതായത് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും ഏറെക്കുറെ ഒരു 10 മണിക്ക് മുമ്പായിട്ട് കഴിക്കാൻ നോക്കുക. ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഒരു 2 മണി 2:30 കൂടി എന്തായാലും കഴിക്കാൻ നോക്കുക. രാത്രിയിലും അതുപോലെ തന്നെ ഡിന്നർ മാക്സിമം 8 മണിക്ക് മുമ്പാണ് ഏറ്റവും നല്ലത്. ഇനി എങ്ങനെ ലേറ്റ് ആയാലും ഒരു 9-9:30 വിട്ട് ഭക്ഷണം അതിന് മുമ്പായിട്ട് ശീലമാക്കി നോക്കുക. കുറച്ചേ കഴിക്കാൻ സമയം കിട്ടിയുള്ളൂ, കുറച്ചേ കഴിച്ചുള്ളൂ എങ്കിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം അത് എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതിനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓയിൽ പുള്ളിങ് ഒക്കെ ഇല്ലേ, ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ ഡൈജഷനൊക്കെ അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അത് വിട്ടുപോയി അത് പറയാനായിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇനി ഫുഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ പറയും. എന്ന പോലും ഞാൻ പറയട്ടെ, ആഴ്ചയിൽ ഒരു 2 ദിവസം കടല, ചെറുപയർ
ഇത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ തൈര് ഉച്ചയ്ക്ക് ഊണിന് ഒരു 3-4 ദിവസമൊക്കെ നമ്മളൊന്ന് തൈര് ഭക്ഷണത്തിന്റെ കൂടെ. ഈ തൈര് എന്ന് പറയുമ്പോൾ നല്ല ബാക്ടീരിയാസിനെ വളർത്താനും ചീത്ത ബാക്ടീരിയാസിനെ കളയാനും സഹായിക്കുന്നതാണ് തൈര് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തൈര് പതിവായി കഴിക്കുന്നവരുണ്ടെങ്കിൽ നോക്കിക്കോ, നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധം ഇതെല്ലാം നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ നല്ല ബാക്ടീരിയാസിനെ വളർത്തുന്നതും കൂടിയാണ്. ഓക്കെ, അപ്പൊ തൈര് ഒത്തിരി നല്ല കാര്യമാണ് കേട്ടോ. അത് ഫുഡിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നത്. പിന്നെ വെള്ളം കുടിക്കുന്നതന്നെ ഞാൻ പറഞ്ഞല്ലോ, പറയാൻ ഞാൻ ആളല്ലായിരുന്നു. കാരണം ആദ്യം ഒന്നും വെള്ളം കുടിക്കാന്ന് പറയുന്നത് എനിക്ക് ശീലമല്ലായിരുന്നു. ഇപ്പൊ അതേ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. അപ്പൊ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫുഡ് ഹാബിറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഏജ് ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു 10-40 വയസ്സൊക്കെ കഴിയുമ്പോൾ മിക്കവാറും എല്ലാവരിലും തന്നെ, ഇപ്പൊ 40 വയസ്സൊന്നും വേണ്ട, വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ മിക്കവാറും ലോ ആയിരിക്കും. കറണ്ട് പോയതാണ് കേട്ടോ. അപ്പോ ലോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്, അതുപോലെ കാൽഷ്യം, അയൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുക. മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്. ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഫ്ലാക്സ് സീഡ് ഒക്കെ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ കുറെ നാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും. കുറച്ചൊന്ന് പൊടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ ദോശയോ ഇഡലിയൊക്കെ ആണെങ്കിൽ, ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് മതി. ഒരു ദിവസത്തേക്ക് ഒരു സ്പൂണ് 1.5 സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ്. അത് കുറച്ച് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തിയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ എല്ലുകൾക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലുകൾക്കൊക്കെ ബല കുറവൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. നമ്മളല്ലേ നോക്കാനുള്ളൂ. അപ്പൊ നമ്മൾ നന്നായിട്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്ന് പറയുന്നത്. നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ഏറ്റവും ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നന്നായിരിക്കുക. എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്കിൻ കെയർ എന്ന് പറയുന്നത് വെളുത്തിരിക്കുക. ഒരിക്കലും അല്ല കേട്ടോ. വെളുപ്പോ കറുപ്പോ ഇരുനിറമോ ഒന്നുമല്ല. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ കയ്യിൽ ചൊറിഞ്ഞതടിച്ച പാടുകള്, അതുപോലെ ഈ റാഷസ് ഒക്കെ വരില്ലേ, അപ്പൊ ഈ ചൊറിച്ചില്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഇല്ലാതെയാക്കുക, സ്കിൻ ടോൺ നല്ലതാക്കുക. അതായത് ഈ സ്കിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മുരി പോലെ ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ചുളിവുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്കിൻ ടോൺ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എന്റേതിനകത്ത് ഒന്നും വലിയ വില കൂടിയ സാധനങ്ങളൊന്നും ഇല്ല. സാധാരണക്കാര് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടിപ്പോയ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലില്ലേ, അതൊക്കെ ഏത് സാധാരണക്കാർക്കുടെയും വീട്ടില് അല്ലെങ്കിൽ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിനകത്തേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റിന് വലിയ വിലയൊന്നുമില്ല, ഇവിയുണ്ട്. അപ്പൊ അത് ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്തും കഴുത്തിലും കയ്യിലും തേച്ച് കിടന്നുറങ്ങുക. പിന്നെ കൂടിപ്പോയാൽ ചെയ്യണ കടലമാവും തൈരും ഇതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ പ്രയോഗങ്ങളൊന്നും അങ്ങനെ ഇല്ല. പിന്നെ എന്താ, സാധാരണ മോയ്സ്ചറൈസർ, പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ, ഇതൊക്കെയുള്ളൂ. ഒക്കെ സാധാരണ. അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കാരണം ഒത്തിരി നല്ല നല്ല വീഡിയോസ് അറിവുള്ളവർ പറഞ്ഞു തരുന്നുണ്ട് സ്കിൻ റിലേറ്റഡ്. എന്നാലും ഞാൻ അതൊക്കെ കണ്ടട്ടോ ഞാനൊരു പരിധി വരെ ചെയ്യണം. പക്ഷെ ഞാൻ ആദ്യം നോക്കും, വില നോക്കും. കാരണം നമ്മള് ഒരു മാസം തയ്ക്കാനായിട്ട് ഈ പറയുന്ന ജോലി, കാര്യങ്ങൾ, സാലറി ഒക്കെ ഉള്ളവരാവുമ്പോഴേ ഒരുപാട് വലിയ പൈസയൊന്നും അതിനകത്തേക്ക് മുടക്കാതെ ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ നോക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ ഹെയർ കെയർ കാര്യങ്ങൾ ഇങ്ങനെയുള്ള നോക്കുക. കാരണം മുടി എന്ന് പറയണത് എനിക്ക് തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്ക് മുടി ഉള്ളവരെ ഭയങ്കര ഇഷ്ടം. എന്ത് ഇഷ്ടമാണെന്ന് അറിയാം, ഞാൻ മുടിയുള്ളവരെ ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എന്താണ്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ആ ഒരു കാര്യം ഞാനും നോക്കാറുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല, ലോങ് ഹെയർ ഇഷ്ടമുള്ളവര് ഷോർട്ട് ഹെയർ, അതിനകത്തൊന്നും കാര്യമില്ല. നമ്മുടെ ഒരു കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയില്. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും നമ്മളൊരു വില കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളൊരു വില കൊടുത്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്കും ആ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു വീട്ടില് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇത്രയും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരുന്നാൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും പോസിറ്റീവാക്കി ഹാപ്പിയാക്കി കൊണ്ടുനടക്കാൻ അവർക്ക് സാധിക്കും. ഇങ്ങനെ എല്ലാ വീടുകളും ആയ എന്തായിരിക്കൂലേ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോ എല്ലാ വനിതകൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകള്, വനിതാ ദിന ആശംസകള്. ഇന്ന് ഒരു ദിവസം മാത്രമല്ല നമ്മുടെ ഉള്ളൂ, നമ്മുടെ ആണ് മുഴുവൻ ദിവസങ്ങളും.
ഇതില് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്